ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നമ്മളൊരു ചെറിയൊരു കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി സിമ്പിളായിട്ട്. ഒന്നാമത്തത് ആന്ധ്രാപ്രദേശിനാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്ര ചന്ദ്ര അങ്ങനെ ഓർത്തിരിക്കാം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു. കേട്ടോ, നായിഡുമാരെല്ലാം ആന്ധ്രയിലായിരിക്കും കേട്ടോ. അപ്പോൾ ആന്ധ്ര ചന്ദ്രബാബു നായിഡു. അപ്പോൾ അടുത്തതാണ് രണ്ടാമത്തത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിനെ മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. നമുക്കെങ്ങനെ ഓർത്തിരിക്കാം? പ്രേമ നോക്കാം. അരുണാചൽ പ്രദേശ് അല്ലേ, അരുണിന് പ്രേമം കേട്ടോ. മൂന്നാമത്തത് മധ്യപ്രദേശ്. മോഹനൻ മദ്യപാനിയാണ് കേട്ടോ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? മോഹൻ യാദവ് കേട്ടോ. മോഹൻ യാദവാണ്. മോഹനൻ മദ്യപാനിയാണ്. മധ്യപ്രദേശ് മോഹൻ യാദവ്. മഹാരാഷ്ട്ര നാലാമത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ഏകനാഥ് ഷിൻഡെ. ആരാണ്? മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡെയാണ്. മഹാരാഷ്ട്രയുടെ നാഥൻ ഏകനാഥ് ഷിൻഡെ കേട്ടോ. മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡെ, മഹാരാഷ്ട്രയുടെ നാഥൻ. രണ്ടാമത്തത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൻ്റെ കഴിഞ്ഞ ദിവസം പ്രീവിയസ് ചോദിച്ചാണ്, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണു ദിയോ സായി. വിഷ്ണു ചത്തു എന്ന് ഓർത്തിരിക്കുക. വിഷ്ണു ചത്തു. ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോ സായി. വിഷ്ണു ചത്തു കേട്ടോ. ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോ സായി ആണ്. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി അല്ലേ. ഗുജറാത്ത് ഭൂമിയിൽ പട്ടേൽമാരാണ് കൂടുതൽ അല്ലേ. ഗുജറാത്ത് ഭൂമിയിൽ ഭൂപേന്ദ്ര പട്ടേൽ കേട്ടോ. ഭൂമിയിൽ പട്ടേൽ, ഗുജറാത്ത് ഭൂമിയിൽ പട്ടേൽമാരാണ് കൂടുതൽ. ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേലാണ്. അടുത്തത് ഗോവയാണ്. ഗോവയുടെ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത് ആണ്. ഗോവ വളരെ പ്രമാദമാണ്. പ്രമാദം അല്ലേ. ഗോവയ്ക്ക് പോകുന്നത് ഒരു ഉന്മേഷത്തിന് വേണ്ടിയായിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ ഗോവ പ്രമോദ് സാവന്ത്. ബീഹാർ ബീഹാർ വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേട്ടോ. ബീഹാർ നിതീഷ് കുമാർ. അടുത്തത് ആസാമാണ്. ആസാം ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ആസാം ഫുൾ ഹിമമാണെന്ന് ഓർത്തിരിക്കുക. ആസാം ഫുൾ ഹിമം കേട്ടോ. ആസാം ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി. അടുത്തത് ഹരിയാനയാണ്. മനോഹർ ലാൽ ഖട്ടർ കേട്ടോ. ഹരിയാന മനോഹരമാണ്. മനോഹർ ലാൽ ഖട്ടറാണ് മുഖ്യമന്ത്രി. അടുത്തത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ കേട്ടോ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറനാണെന്ന് ഓർത്തിരിക്കുക. ചമ്പൈ സോറൻ. അടുത്തത് 12 ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിന് മുഖ്യമന്ത്രി ആരാണ്? സുഖ്ബീന്ദർ സിംഗ് സുഖു. ഹിമാചലിൽ പോകുന്നത് തന്നെ ഒന്ന് സുഖിക്കാനാണ് അല്ലേ. ഹിമാചൽ പ്രദേശ് തണുപ്പൊക്കെ കഴിയുമ്പോൾ ഒന്ന് സുഖിക്കുക. അപ്പോൾ സുഖ്ബീന്ദർ സിംഗ് സുഖു ആണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? സുഖ്ബീന്ദർ സിംഗ് സുഖു. ഉത്തർപ്രദേശ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യോഗി ആദിത്യനാഥ്. അതിന് പ്രത്യേകിച്ച് കോഡൊന്നും ആവശ്യമില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥാണ്. അടുത്തത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. ആരാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി? പുഷ്കർ സിംഗ് ധാമി. ഉത്തരത്തിലാണ് പുഷ്പങ്ങളെല്ലാം. ഉത്തരം എന്ന് പറഞ്ഞാൽ മുകളിലെന്നല്ലേ. ഉത്തരത്തിലാണ് പുഷ്പങ്ങളെല്ലാം. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് കേട്ടോ. ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമിയാണ്. പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? നമുക്കറിയാം. ആരാണ്? KM മമതാ ബാനർജി. ബംഗാൾ ബാനർജി കേട്ടോ. മമതാ ബാനർജി. പശ്ചിമ ബംഗാൾ ആരാണ്? മമതാ ബാനർജിയാണ്. ത്രിപുരയുടെ മുഖ്യമന്ത്രിയാണ് ഡോക്ടർ മാണിക് സാഹ. പുരയ്ക്കകത്താണ് മാണിക്യം എന്നോർത്തിരിക്കുക. ത്രിപുര മാണിക് സാഹ കേട്ടോ. തമിഴ്നാട് മുഖ്യമന്ത്രി നമുക്കറിയാം. ആരാണ്? MK സ്റ്റാലിനാണ്. അതിനും കോഡിൻ്റെ ആവശ്യമില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിനാണ്. 18ാമത്തെ
ആള് തെലുങ്കാന സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. റെഡ്ഡിമാരെല്ലാം തെലുങ്കന്മാരായിരിക്കും അല്ലേ? റെഡ്ഡി അല്ലേ? തെലുങ്കാന രേവന്ത് റെഡ്ഡി തെലുങ്കാന രേവന്ത് റെഡ്ഡി. പഞ്ചാബ് ഭഗവന്ത് സിംഗ് മൻ കേട്ടോ. പഞ്ചാബ് ഭഗവന്ത് സിംഗ് മന്നാണ് കേട്ടോ. പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് സിംഗ് മന്നാണ് കേട്ടോ. ഭഗവന്ത് സിംഗ് മൻ. രാജസ്ഥാൻ ഭജൻ ലാൽ ശർമ്മ. രാജസ്ഥാൻ ആരാണ്? ഭജൻ ലാൽ ശർമ്മ. രാജാവ് ഭജനയിരിക്കുകയാണ്. ഭജൻ ലാൽ ശർമ്മ. സിക്കിമിലെ മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തമങ് കേട്ടോ. പ്രേം സിംഗ് തമങ് ആണ്. സിക്കിമിൽ ഒരു സിംഗ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പ്രേം സിംഗ് തമങ്. അയാൾക്ക് ഭയങ്കര പ്രേമമാണ്. സിക്കിമിലെ സിംഗിന് പ്രേമം കൂടുതലാണ്. പ്രേം സിംഗ് തമങ്. സിക്കിമിലെ സിംഗിന് പ്രേമം കൂടുതലാണ്. പ്രേം സിംഗ് തമങ്. അടുത്തത് ഒഡീഷ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് കേട്ടോ. നവീൻ പട്ടിയെ കണ്ടപ്പോൾ ഓടി. നവീൻ പട്നായിക് കേട്ടോ. നവീൻ പട്ടിയെ കണ്ടപ്പോൾ ഓടി എന്ന് ഓർത്തിരിക്കുക. നവീൻ പട്ടിയെ കണ്ടപ്പോൾ ഓടി. നവീൻ ആരാണ്? നവീൻ പട്നായിക് ഓർത്തിരിക്കുക. നവീൻ പട്നായിക് എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ഒഡീഷ മുഖ്യമന്ത്രിയാണ്. അടുത്തത് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് കേട്ടോ. മണിയുള്ളവൻ ബീരനായിരിക്കും അല്ലേ? കാശുള്ളവൻ എപ്പോഴും മേലെ ബീരനായിരിക്കും കേട്ടോ. മണിപ്പൂർ എൻ ബീരൻ സിംഗ് എന്നാണ് കേട്ടോ. മണിപ്പൂർ എൻ ബീരൻ സിംഗ്. നാഗാലാൻഡ് മുഖ്യമന്ത്രി ഒരു വ്യത്യസ്തമായ ഒരു പേരാണ് നെയ്പ്യൂരിയോ കേട്ടോ. നെയ്പ്യൂരിയോ എന്നാണ് നാഗാലാൻഡ്. രണ്ടും എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഗാലാൻഡ് നെയ്പ്യൂരിയോ. ആരാണ്? നെയ്പ്യൂരിയോ നാഗാലാൻഡ് മുഖ്യമന്ത്രി കേട്ടോ. മേഘാലയ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാക്മ അല്ലേ? കോൺറാഡ് സാക്മ. മേഘാലയ കോൺറാഡ് സാക്മ അല്ലേ? മേഘാലയ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാക്മ എന്ന് ഓർത്തിരിക്കുക. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേട്ടോ. കർണാടകയിലെ സിദ്ധൻ എന്ന് ഓർത്തിരിക്കുക. കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സിദ്ധൻ. മിസോറാം മുഖ്യമന്ത്രിയാണ് PV ലാൽ ദുഹോമ. മിസോറാം ലാൽ ദുഹോമ കേട്ടോ. ലാൽ ദുഹോമ. റാം എന്ന് പറയുന്നൊരു സിനിമ മോഹൻലാലിൻ്റെ ഉണ്ട്. റാം അല്ലേ? ലാൽ അല്ലേ? ലാൽ. മിസോറാം PV ലാൽ ദിഹോമ. റാം എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടില്ല കേട്ടോ, വരാൻ പോകുന്നുള്ളൂ. അടുത്തത് കേരളം. നമുക്കറിയാം പിണറായി വിജയനാണ്. കേരളം മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്.